ഹലോ. ഹലോ. ആ, നീ തിരക്കിലാ? അല്ലല്ല, തിരക്കിലല്ല. ഇതെന്നാ ഇത്ര നേരത്തെ? ഒന്നുമില്ല, വെറുതെ വിളിച്ച. ഏട്ടനെ വിളിക്കുന്നതിനേക്കാൾ മുമ്പിട്ട് വിളിക്കാന്ന് വിചാരിച്ചു. ആ, അപ്പോ ഏ- ഏട്ടൻ ചോദിക്കില്ലേ ഈ സമയം വിളിച്ചാല്? ഇല്ല, ഏട്ടൻ വിളിക്കുന്ന ടൈം ഇതല്ല. അല്ല, സാറിന് അങ്ങോട്ടേക്ക് നിങ്ങളെ വിളിക്കുന്ന സമയല്ലേ ഇത്? ഇല്ല, ആയിട്ടില്ല. ഇന്ന് ഏട്ടൻ കുറച്ച് ലേറ്റ് ആവും വിളിക്കാൻ. അതുകൊണ്ട് തന്നെ വിളിച്ചു. എനിക്ക് സംസാരിക്കാൻ പറ്റില്ല ഇപ്പൊ. എനിക്ക് സംസാരിക്കാൻ പറ്റണം, ഞാൻ ജസ്റ്റ് സിനിമ കാണുന്നു. തിരക്കിലാ? അല്ലല്ല, എന്ത് തിരക്ക്? നിങ്ങളെ വിളിച്ചാ എന്ത് തിരക്ക്? ആ, ഞാൻ വെറുതെ എനിക്ക് സംസാരിക്കണം തോന്നി, അപ്പൊ വിളിച്ചതാണ്. ഉം. എന്നാ സംസാരിക്ക്. ഫുഡെല്ലാം കഴിച്ചില്ലേ? ഫുഡ് കഴിച്ചില്ല, കഴിക്കണം. ആ, പിന്നെ പുറത്തേക്കെല്ലാം പോണെന്ന് പറഞ്ഞിട്ട് പിന്നെ ഒന്നും പറയുന്ന കേട്ടില്ലല്ലോ. ഞാൻ പുറത്തേക്ക് വിളിച്ചാല് നിങ്ങളെ ഭർത്താവല്ലേ പറഞ്ഞ് പുറത്തേക്ക് പോകണ്ട, പിന്നെ എന്തിനാ ഞാൻ വിളിക്കുന്നു? ഏട്ടൻ പിന്നെ അങ്ങനെ പറയും. ഏട്ടൻ കോൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലേ. എന്നിട്ടിപ്പോ പിന്നെ അങ്ങോട്ടേക്കല്ലേ ഞാൻ വിളിച്ചത്. ആ, കോൾ ചെയ്യണ്ടെന്ന് പറഞ്ഞത് ഓക്കെ. എന്നിട്ട് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വിളിച്ച്. പക്ഷെ ഞാൻ പുറത്തേക്ക് വിളിച്ചാ ചേച്ചി വരുമോ? അതെന്താ വരാണ്ട്? ഞാൻ പറഞ്ഞല്ലോ വരൂന്ന് പറഞ്ഞിട്ടില്ലേ. നീ വിളിക്കുന്നൊന്നും കണ്ടിട്ടില്ല, പിന്നെ അതാണ് ഞാനൊന്ന് ചോദിക്കുകയും ചെയ്യാന്. എന്നാ ഞാൻ വിളിക്കണ്ട, ചേച്ചിനെ പറ. എപ്പാ ചേച്ചിക്ക് വരാൻ പറ്റുക വെച്ചാ ചേച്ചി പറ, ചേച്ചീന്റെ സമയം. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് സമയമൊന്നുമില്ല, ഞാൻ ഫുൾ ടൈം ഫ്രീ ആണ്. നിനക്ക് എപ്പോഴാ പറ്റാന്ന് വെച്ച് കഴിഞ്ഞാല് അപ്പൊ വിളിച്ചോ. ഞാൻ എപ്പോഴായാലും ഫ്രീ ആണ്. മറ്റന്നാൾ വിളിച്ചു വരൂ. ആ, കുഴപ്പമില്ല. ഏട്ടൻ്റെ അടുത്ത് ഞാൻ എന്തെങ്കിലും പറഞ്ഞോളൂ. എന്തെങ്കിലും പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തോളൂ. അങ്ങനെയാണേ മറ്റന്നാളത്തേക്ക് ഞാനെല്ലാം സെറ്റാക്കാം. സെറ്റാക്കിയിട്ട് വരണം, പറ്റിക്കേറ്. ഇല്ല, പറ്റിക്കൊന്നുമില്ല. വരൂന്ന് പറഞ്ഞിട്ടുണ്ടേ എങ്ങനെയെങ്കിലും വരും. എന്നാ കാണാം. ആ, പിന്നെ പിന്നെന്തൊക്കെയാ? എന്തൊക്കെയാ പറ. ഉം. അങ്ങനെ വരുന്നുണ്ടെങ്കില് ഇനി വരുമ്പോ നടേണ്ടത് സാരി തന്നെയാ. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ സാരി വേണ്ട, എപ്പോഴും സാരി തന്നെ ഇട്ടാ. നിങ്ങള് ചുരിദാർ ഇടല്ലേ? ആ, ചുരിദാർ ഇടലുണ്ട്. അപ്പൊ ചുരിദാർ ഇട്ടിട്ട് വാ. ആ. ചുരിദാർ ഇടുമ്പോ ലെഗിൻസ് ഇട്ടാ മതി. ആ, ഓക്കെ. പിന്നെയില്ലേ, ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ ചെയ്യൂ. ആ, നീ പറ. നിങ്ങക്ക് ചുരുണ്ട മുടിയേക്കാൾ രസം സ്ട്രെയിറ്റാ. അത് പിന്നെ എന്നെ ഏട്ടൻ സ്ട്രെയിറ്റ് ആക്കാൻ സമ്മതിക്കൂല. ഞാൻ ചോദിച്ചതാന്നിരിക്കും, പക്ഷെ നീ സമ്മതിച്ചില്ല. നിനക്കതാണോ ഇഷ്ടോ? എനിക്കത് ഇഷ്ടമായോണ്ടാ ഞാൻ പറഞ്ഞേ. ഞാൻ ഏകദേശം ഒന്ന് മനസ്സിലൊന്ന് രൂപവും ഒന്ന് വെച്ച് നോക്കിയപ്പോ സ്ട്രെയിറ്റ് നല്ല രസമുണ്ടാവും. നിനക്കതാ ഇഷ്ടമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ടെമ്പററി ആയിട്ട് ഒന്ന് ചെയ്ത് നോക്കാം. ആ, മുടിയും സ്ട്രെയിറ്റ് ആക്കണം. പിന്നെ ചേച്ചീൻ്റെ കാലിന് കൊലുസിടണം. അത് ഗോൾഡ് കളർ. ചേച്ചിയുടെ കാല് വെളുത്തിട്ടായതുകൊണ്ട് ഗോൾഡ് കളർ കൊലുസു. പിന്നെ ബ്ലാക്കോ അല്ലെങ്കിൽ റെഡോ നെയിൽ പോളിഷ് ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. ഓ, ഒരുപാട് കാഴ്ചപ്പാടിലുണ്ടല്ലോ. ആ, എല്ലാം ഉണ്ട്, അതാന്ന് പറയുന്നത്. പിന്നെ ചെയ്യേണ്ടത് എന്താ വെച്ചാ ഉം. നെയിൽസ് ഞാൻ അന്ന് പറഞ്ഞ പോലെ കുറച്ച് കുറച്ച് കയറ്റി മുറിക്കാണ്ട് കുറച്ച് കൂടുതലേക്ക് പുറത്തേക്ക് ആക്കി വെക്കുന്നില്ല. ഓക്കെ. അങ്ങനെ ആക്കുക. ആ. പിന്നെ ഡാർക്ക് ഷെയ്ഡ് വേണ്ട. അത്യാവശ്യം ഒരു ലിപ്സ്റ്റിക്കിന്റെ കാര്യം എങ്ങനെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അത് കുറച്ചൊന്ന് ചേരുന്ന രീതിയിലുള്ള ലിപ്സ്റ്റിക്ക്. ഞാനിപ്പോ അത് ആലോചിച്ചിട്ടുള്ളൂ ലിപ്സ്റ്റിക്കിനെ പറ്റിയിട്ട്. അപ്പൊ തന്നെ നീ പറയുകയും ചെയ്തു. എന്താ ആലോചിച്ചേ? അല്ല, എനിക്ക് ഏത് കളറാ ഞാൻ ഇടുന്നത് ഇഷ്ടം എന്ന് ചോദിക്കാൻ പോകുന്നേനു. അപ്പൊ ഇനി പറഞ്ഞു. കാലിനാണോ? അല്ല, ലിപ്സ്റ്റിക്ക്. ലിപ്സ്റ്റിക്കാ? ലിപ്സ്റ്റിക്ക് ഏത് വഴിക്കിട്ടു, പക്ഷെ കാലിന് ഞാൻ പറഞ്ഞാല് ഇടണേ.
ആ. അത് വെച്ചാ എന്തോ ചേച്ചീനെ കാണുമ്പോ എനിക്കെന്തോ വല്ലാതെ ഇഷ്ടമാക്കുന്നത്. ഉം. എനിക്ക് ആദ്യം പാദസരം ഉണ്ടായിരുന്നു, പിന്നെ ഞാനത് അയച്ചു വെച്ചതാ. എനിക്കിങ്ങനെ അധികം ഓർണമെന്റ്സ് ഒന്നും ഇഷ്ടമല്ല. അപ്പൊ പിന്നെ ഊരി വെച്ച്. കല്യാണത്തിന് ടൈമിൽ ഉണ്ടായിരുന്നു. ഏട്ടന് ഇഷ്ടാ പാദസരം ഇടുന്നത്, പിന്നെ ഞാൻ ഇടലില്ല. ഇനിയിപ്പൊ നീ പറഞ്ഞത് കൊണ്ട് ഒന്നുകൂടി ഇടാം. ആ അത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാ ഈ കാല് ഈ അത് എല്ലാവർക്കും ഞാൻ പറയില്ല, ചിലവർക്ക് ഈ കാല് അതായത് ഭാര്യമാരെയോ അല്ലെങ്കിൽ വേറെ കാല് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ ആ കാലിനെ കൊണ്ട് ഒരു പരിപാടി ഉണ്ട്, അത് ചേച്ചിക്ക് ഞാൻ കാണിച്ചു തരാം. എന്താ അത്? അതിലുണ്ട്. താൻ ഭയങ്കര മോഡേൺ ആണല്ലോ. മോഡേൺ ഒന്നല്ല, അത് എനിക്കെന്തോ കാര്യം ഇഷ്ടമാണ്. ചിലപ്പോ എനിക്ക് അധികം ഇതിനെ പറ്റി അറിയാത്തത് കൊണ്ടായിരിക്കും ഇങ്ങനെ കുറെ കാര്യം പറയുമ്പോ പുതിയ കാര്യം കേൾക്കുന്ന പോലെ തോന്നുന്നുണ്ട്. പിന്നെ അതുപോലെ ചേച്ചി 2 കൈക്ക് നെയിൽ വളർത്തുമോ? 2 കൈക്ക് വളർത്തുന്ന കേൾക്കുന്ന ഇഷ്ടമല്ല. അതെന്താ, വലത്തെ കൈക്കും കൂടി നെയിൽ വളർത്തി അവിടെയും കൂടി നെയിൽ പോളിഷ് ഇട്ടാ ചേച്ചിനെ കാണാനേ വേറെ ലുക്കാ. ഇപ്പൊ പുതിയ പുതിയതല്ലെങ്കിൽ ട്രൈ ചെയ്യേണ്ടി വരും. പക്ഷെ എനിക്കെന്തോ ഇങ്ങനെ ഒരാളിങ്ങനെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നുള്ള പറയുമ്പോ ഒരു രസം, അപ്പൊ ചെയ്യാൻ തോന്നുന്നുണ്ട്. എന്തായാലും ചെയ്യും. ചെയ്ത് നോക്ക്. പിന്നെ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ചേച്ചിന്റെ കാലിന് ചെറിയ രോമങ്ങളില്ലേ കാലിന്, അത് മറ്റേ എന്താ പറയാ, അത് ഷെയ്വ് ചെയ്യണ്ട, അത് പൊരിച്ച് കള. എന്തോ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് പറിച്ച് കളയുന്നൊരു പരിപാടി ഉണ്ടല്ലോ, അത് ചെയ്യും. അറിയാം ചെയ്യാം. അതൊന്നും സാധാരണ ഞാൻ അതൊന്നും ചെയ്യലില്ല. അറിയാലോ, ഒന്നാമതായിട്ട് ഗൾഫില്, പിന്നെ അങ്ങനെ അതിലൊന്നും അത്ര വലിയ ശ്രദ്ധിക്കലില്ല. ചെയ്യാം. അതേ വേണ്ടു. ബാക്കി എവിടെങ്കിലും ഉണ്ടെങ്കിൽ അത് കളയണ്ട, അവിടെ തന്നെ വെച്ചേ. മനസ്സിലായില്ലേ? മനസ്സിലായി. പിന്നെ ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാ ഇപ്പോ തോൾ ഭാഗത്തോ അല്ലെങ്കിൽ താഴ്ഭാഗത്തോ അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കളയണ്ട. മനസ്സിലായി. അതുണ്ടാകുമ്പോ കാണാൻ കുറച്ച് ഭംഗി. അത് കഴിഞ്ഞ് ഇതിനെ കണ്ടപ്പോ മനസ്സിലായി. പിന്നെ വേറെ എന്തോ ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ഞാൻ മറന്നുപോയി. ആലോചിച്ചോക്കട്ടെ. എന്താ അത്?